മറ്റുള്ള ആർക്കും ഇത് ഒരു അരസരപ്പെടുത്തുന്ന ഫ്രാഗ്രൻസ് അല്ലെങ്കിലും പക്ഷെ എന്താ പറയുക, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്രാഗ്രൻസാണ്. കുറെ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മാൻ ഫ്രാഗ്രൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമേസിംഗ് ക്രിയേഷൻ ബ്രാൻഡിൽ വരുന്ന ആംബർ കളക്ഷൻ 3. ഈ ഒരു ഫ്രാഗ്രൻസ് ശരിക്കും മാൻ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നതിലുപരി ഇത് ശരിക്കും ഒരു ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പക്ക പെർഫെക്റ്റ് ഫ്രാഗ്രൻസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. നല്ലൊരു ഹാർഡ് ബോക്സിലാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വന്നിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു ഹാർഡ് ബോക്സ് ആണ്. ഈ ബട്ടർ പേപ്പർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ കണ്ട നല്ലൊരു ഭംഗിയുള്ള ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിലും നല്ലൊരു പ്രസന്റേഷനോടെയാണ് ഈ ഒരു ഫ്രാഗ്രൻസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ ബോട്ടിൽ വന്നിട്ട് ഇതിന്റെ കളറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ആംബ്രേ കളറാണ്. അതേപോലെ ഒരു പ്രത്യേക ടൈപ്പുള്ള ഒരു മെറ്റാലിക് ഫിനിഷോട് ചെയ്തിട്ടുള്ള ബോട്ടിലാണ്. അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാപ്പ്. ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിത് പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അതല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവരുടെ ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഞാൻ പറയണം. ശരിക്കും ഇതൊരു ഓഫീസിൽ ഉപയോഗിക്കേണ്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. അത് മറ്റുള്ള ആർക്കും ഇത് ഒരു അരസരപ്പെടുത്തുന്ന ഫ്രാഗ്രൻസ് അല്ലെങ്കിലും പക്ഷെ എന്താ പറയുക, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇതിൽ വരുന്ന മെയിൻ നോട്ട് എന്ന് പറയുന്നത് ഗ്രീൻ ആപ്പിള് അല്ലെങ്കിൽ അതേപോലെ ആംബർ, ജിഞ്ചർ, അതൊക്കെയാണ് ഇതിന്റെ ടോപ്പ് നോട്ടായിട്ട് വരുന്നത്. അപ്പൊ ഗ്രീൻ ആപ്പിൾ ശരിക്കും നമുക്കറിയാം, നമ്മുടെ ഈ സലാഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഗ്രീൻ ആപ്പിൾ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ്, അതല്ലെങ്കിൽ എന്താ പറയാ, അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട്, ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട്. നമ്മൾ ഗ്രീൻ ആപ്പിൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കുളിർമല്ലേ, അതേപോലത്തെ ഒരു ഫ്രഷ്നെസ് നമ്മൾ ഈ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ആംബർ എല്ലാവർക്കും അറിയാം. പക്ഷെ ആംബർ ഇതിൽ അത്രത്തോളം അടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അതായത് ആംബർ ഉണ്ടെങ്കിലും അത് അത്രത്തോളം പ്രൊജക്ഷൻ ചെയ്തിട്ട് കാണിക്കുന്നില്ല. ഫസ്റ്റിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന നേരം നമുക്ക് ഒരു ഗ്രീൻ ആപ്പിളിന്റെയും പിന്നെ അതേപോലെ സ്ലൈറ്റ്ലി ഒരു ജിഞ്ചറിന്റെ ഒരു സ്മെല്ലും കയറി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബേസ് നോട്ടായിട്ട് വരുന്നത് സെഡാർ, അതേപോലെ ബർഗമോട്ട് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്രഷ്നെസ് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്രാഗ്രൻസ് നോട്ടാണ്. ഒരുവിധം ഫ്രാഗ്രൻസുകൾ, ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു നോട്ടാണ് ബർഗമോട്ട്. അതും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഓവറോൾ എന്താ പറയാ, ഒരു ഓഫീസിൽ നല്ല പെർഫോമൻസ് ഉണ്ടാക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഓഫീസിലൊക്കെ ഇത് ഈ ഒരു ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്ന നേരം മറ്റുള്ള ആർക്കും ഇതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ലതാണ്. പക്ഷെ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന, എല്ലാവരുടെയും മുഖത്ത് ഒരു പ്ലസന്റ് വരുത്താൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ആംബർ കളക്ഷൻ 3. ഈ ഒരു ഫ്രാഗ്രൻസ് പേഴ്സണലി ഉപയോഗിക്കുന്നതിലുപരി ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. നല്ലൊരു പാക്കേജിങ് ആയതുകൊണ്ട്, നല്ല എന്താ പറയുക, ഒരാൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജിങ് ആയതുകൊണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിലുപരി ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ എന്തായാലും പേഴ്സണലി ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ ഒരു ഫ്രാഗ്രൻസിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾ നൂണ്, ആമസോണ്, അല്ലെങ്കിൽ ദുബായ് ഓത്, അല്ലെങ്കിൽ സമാവയുടെ വെബ്സൈറ്റ് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് വാങ്ങിക്കാൻ പറ്റും. ഷോറൂമിൽ വാങ്ങിക്കണമെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോറൂമുകളിലെ ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് സമാവയുടെ ഷോറൂമിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആമസോണ്, നൂണ്, ദുബായ് ഓത് അല്ലെങ്കിൽ സമാവയുടെ വെബ്സൈറ്റ്, ഇതിലൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിയിട്ട് ഓർഡർ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെയൊക്കെ ജെന്യൂൻ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് നിങ്ങൾ വന്നിട്ട് കമന്റ് ബോക്സിൽ പറയണം. നിങ്ങളിടുന്ന ഓരോ ജെന്യൂൻ ആയിട്ടുള്ള കമന്റ്സിനാണ് മറ്റുള്ളവർക്കും ഇത് വായിച്ചു നോക്കിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ജെന്യൂൻ ആണെന്നുള്ള വിലയിരുത്തിയിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് വാങ്ങിക്കാനും അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രചോദനവും, അതേപോലെ എനിക്ക് കൂടെ ഓരോ വീഡിയോസും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രചോദനവും നിങ്ങളെപ്പോലത്തെ ഓരോരുത്തരുടെയും ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇടാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നവരെ ബൈ.